നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം വരക്കപ്പൻ സ്വാമി നെന്മാറ. ഇതാ എന്റെ സഹധർമ്മിണി ശ്രീമതി കോമളം. ഏവർക്കും മലബാരൻ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നല്ലൊരു സംഗതിയുമായി ഞങ്ങൾ രണ്ടുപേരും വന്നിട്ടുണ്ട്. കാണണം. കണ്ടാൽ മാത്രം പോരാ, നിങ്ങളുടെ സ്നേഹമായ ഒരു ലൈക്ക് കൂടി ഞങ്ങൾക്ക് തരണം. നിങ്ങൾക്കൊപ്പം ഞങ്ങളും, ഞങ്ങൾക്കൊപ്പം നിങ്ങൾ തരുന്ന നിലവാരം, അതാണ് ഞങ്ങളുടെ മലബാരം. നന്ദി, നമസ്കാരം. നാളെ എല്ലാം അങ്ങോട്ട് പോകാൻ പറഞ്ഞമ്മ. നാളെ ഇത് പോകാൻ പറഞ്ഞത്. നാളെ ഈ കുട്ടികളും വരുമോ? അവരോട് കാത്തിരിക്കരുത്. നമ്മളുടെ അവിടെ മറ്റേ ചാന്താട്ടത്തിന് ഇവര് വരുമോ? അതന്നെ അവര് വരികയാണെ വിളിച്ചിട്ട് പോണം. അവര് വരികയാണെങ്കിൽ മക്കള് രണ്ടാളും പോയല്ലോ. വരുവോ വരാ പറഞ്ഞു? വരാ പറഞ്ഞിട്ടുണ്ട്. ഒന്നുകൂടി ചോദിച്ചു നോക്കണം. അങ്ങനെയാണെങ്കിൽ നാളെ രാവിലെ വണ്ടി എടുത്ത് പോവാം. ഹലോ, ആര്? കണ്ടനളിയന? എങ്ങനെ വയ്യ പറഞ്ഞു കൊണ്ടുപോയതാ? എവിടെ വെച്ച്? ഓ, പാലക്കാട് ജില്ലാ ആശുപത്രിയാ. അളിയൻ കാവശ്ശേരിയിലെ മിനിഞ്ഞാന്ന് നമ്മള് മറ്റേ ആധാരം. ശരിയെന്നാ, ഒരു എത്ര മണിക്ക് എടുക്കും? നാളെ 11. ശരി 11 മണിക്ക് എടുക്കും അല്ലേ? ശരി ആവട്ടെ. ശരി. എന്താണ് അളിയ? മിനിഞ്ഞാന്ന് നമ്മളെ മറ്റേ സ്ഥലം വിറ്റു കൊണ്ട് അതിന്റെ എഗ്രിമെന്റ് ചെയ്തില്ലേ? അതിലിപ്പോ ഈ പറഞ്ഞ 3 പെങ്ങന്മാർക്കും 2 അഞ്ചന്മാർക്കും കൊടുത്തു പറഞ്ഞേ. കൊടുത്തു നമ്മൾ പറഞ്ഞില്ലേ? അതിൽ പെങ്ങളെ കൊടുത്തില്ലേ? കാവശ്ശേരിയില് രുക്മണിന്റെ കെട്ടിയവൻ, എന്റെ പെങ്ങളുടെ. മനസ്സിലായി. കണ്ടനിപ്പം മരിച്ചത്. പെട്ടെന്ന് വയ്യ പറഞ്ഞ് ആലത്തൂർ കൊണ്ടുപോയി. ആലത്തൂർ പറ്റില്ല കൊണ്ട് പാലക്കാട് കൊണ്ട് ഇപ്പൊ മരണപ്പെട്ട് കൊണ്ടപ്പോ അവിടുത്തെ ദേശത്തിന് ഒരാൾ വിളിച്ചാണ്. ഇപ്പൊ വിളിച്ചാണ്. അപ്പൊ ഇനി എന്ത് ചെയ്യും? പോണ്ടേ നമുക്ക്? ഞാൻ ആലോചിക്കട്ടെ. ഇപ്പോഴല്ലേ ബന്ധം വന്നുള്ളൂ. ഈ കുട്ടികൾ കൂടി അറിയില്ല. 4-5 വർഷമായി ഒരു തരത്തിലും ബന്ധമില്ലാണ്ട് മുതൽ ബന്ധം കൂടെ നടന്ന ആൾക്കാരാണ്. മക്കൾക്ക് അറിയില്ലെങ്കിൽ പോട്ടെ, നമ്മ പോകാണ്ടിരുന്ന പറ്റില്ല. അത് ഞാൻ ആലോചിക്കാൻ പോണല്ലോ. എന്റെ ഇവിടെ ഇത് ഞാൻ കരഞ്ഞു. നീ കണ്ടില്ല മിഞ്ഞാന്ന് കരഞ്ഞു. അത് നമുക്ക് ആരാ പറയുമ്പോ വീട് നീ വലിച്ചിട്ട് പോ പറഞ്ഞ ആൾക്കാരാണ്. വീട് നീ വലിച്ചിട്ട് പോ പറഞ്ഞ എല്ലാം ശരി തന്നെ. 36,000 വില കെട്ടിയിട്ട് ഒക്കെ 1 ലക്ഷം കൊണ്ടുപോയതാണ്. 6 ലക്ഷം കിട്ടിയ വഴിക്ക് ആ 1 ലക്ഷം കൊണ്ടല്ലേ ഞാൻ വന്നത്. എന്താണെങ്കിലും എന്നെയല്ലേ പറയുള്ളൂ. ഇന്നൊക്കെ 3 ദിവസം 4-ാം പക്കമാണ്. മുന്നിൽ നിന്ന് തർക്കിച്ചവനാണ്. എന്നിട്ടാണ് എന്റെ അടുത്ത് പോകുമ്പോ പറഞ്ഞത്, ചായ കുടിക്കുക അളിയാ, ചായ കുടിക്കാന്ന്. നിന്നെ പറഞ്ഞാലും ശരി, ഞാൻ ആലോചിക്കട്ടെ. നാളെ 11 മണിക്ക് എടുക്കുവേ. അത് എന്ത് വന്നാലും വേണം, ഞാൻ ആലോചന എടുക്കട്ടെ. നീ നിന്റെ പാട് നോക്കിയിരിക്കുക. എന്തറിയോ, നമ്മളോട് സ്നേഹം ഉണ്ടെങ്കിൽ നമ്മൾ ഇത്രത്തോളം വേദനിപ്പിക്കില്ല. വീടേ ഇരിക്കുന്ന വീട് നീ എവിടെ കൊണ്ടുപോകാൻ പറഞ്ഞ? അത് ദൈവം വരുത്തുന്നുണ്ടല്ലോ, നമുക്ക് ആരും. പെണ്ണിന് 3 ദിവസം കൂടെ ആള് പോയാ അത്രയും എന്റെ മനസ്സിൽ കത്തലുണ്ട്. അത്രയും കത്തല്. ഇനി ഓരോരാൾക്ക് നോക്കിക്കോ. അത് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? ജനങ്ങളുടെ എനിക്കൊരു വേദനയില്ല. എനിക്ക് ഒരൊറ്റ വേദനയില്ല. എന്താ കാരണം അറിയോ? അപ്പന്റെ മുതലാണ്. അപ്പന്റെ മുതൽ ഭൂമിന് പറയട്ടെ. ഈ വീട്ടിന്റെ അടക്കം വില കെട്ടിയാൽ ആയിക്കട്ടെ, അത് നീ കെട്ടണ പെരിയും പറ്റി പറഞ്ഞ ആൾക്കാരാണ്. ഇപ്പോഴോ അനുഭവമില്ലേ? നിങ്ങൾ വേണേ പോയിട്ട് വരും. അതെങ്ങനെയാണ്? എന്നെ നോക്കണ്ട, അങ്ങനെ നോക്കണ്ട. ഞാനൊരു കാര്യം പറയട്ടെ. ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഞങ്ങളും പോവില്ല. കുഞ്ഞോ, അന്ന് വന്നിട്ട് ഒപ്പിട്ട് മറ്റേ പൈസ കൊടുത്തില്ലേ? അതല്ല, വീട് ഞാൻ പറയാം. വാടകയ്ക്ക് വീട് ഇപ്പൊ നമ്മൾ നോക്കിയില്ലേ? 36 ലക്ഷം റുപ്യക്ക് വീട് നമ്മള് വിറ്റല്ലോ. സുധൈവട്ടം പറഞ്ഞ ആൾക്ക്. അതിൽ 1 ലക്ഷം റുപ്യ 3 പെങ്ങന്മാര് ഞങ്ങളും കൂടി പങ്കിയെടുത്തില്ലേ? ഈ പങ്കിയെടുത്ത വകയില് ഉള്ള 3 ആളാണ് ഈ പറഞ്ഞ കാവശ്ശേരിയിലെ കണ്ടൻ രുക്കുവമ്മായിന്റെ ഭർത്താവ്. അയാളാണ് ഇപ്പൊ മരണപ്പെട്ടു കണ്ടപ്പോ അവിടെ ദേശത്തെ ഒരാൾ പറഞ്ഞ എന്റെ നമ്പർ എങ്ങനെ എടുത്തിട്ട് വിളിച്ചാൽ അച്ഛനോട് നമുക്ക് പോകണ്ടേ? 3 ദിവസമായിട്ടില്ല ആള് പോയില്ലേ? ജനങ്ങളുടെ ഇപ്പൊ നമ്മ വാടകയ്ക്ക് പിറന്നു വെക്കില്ലേ? ഇനി വേദനിപ്പിച്ചു. അത് വേറെ 2 മാസം ഇവിടെ നിന്ന് ഇറങ്ങണ്ടേ? അനുഭവം കിട്ടിയില്ലേ? എന്റെ വീട്ടിലും പൊളിച്ചിട്ട് പറഞ്ഞവരാണ്. എന്നിട്ട് ലാസ്റ്റ് ആളിനെ കളിയാക്കിട്ടൊരു ചോദ്യം, ചായ കുടിക്കുക കളിയാന്ന്. നിങ്ങൾ പോലും കണ്ടിട്ടില്ല അവരുടെ മാമനെ അമ്മേനെ. കുട്ടികൾക്കൊന്നും അറിയില്ല. നിങ്ങൾ നിങ്ങളുടെ സൗകര്യം വിളിച്ചോ. ഞാൻ പോയില്ല. നിങ്ങൾ നിങ്ങളുടെ സൗകര്യം എന്നെ കിട്ടില്ല. ഒരു കാര്യം ഒന്നും ഞാൻ പറയട്ടെ. എനിക്ക് ആ ബന്ധം വേണ്ട. ഒന്നും ഞാൻ പറയും. ഈ മരമില്ലേ, മരം നമ്മളിങ്ങനെ വളഞ്ഞു കഴിഞ്ഞാൽ അതിന് വെട്ടി നമുക്ക് നേരെയാക്കുക. മനസ്സ് വളഞ്ഞാലല്ലോ നേരെയൊക്കെ കിട്ടില്ല ഒരിക്കലും. മരം വളഞ്ഞ ആശാരി ആരും കൊണ്ട് നമുക്ക് നേരെയൊക്കെ എടുക്കാം, നിവർത്തിയെടുക്കാം. മനസ്സ് വളഞ്ഞ അത് ഒരിക്കലും കിട്ടില്ല. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യും. ബാക്കിയൊക്കെ ദൈവത്തിന് മുമ്പ് ഞാൻ
വഴി പറഞ്ഞോളാം. എനിക്കും വേണ്ട, ഞാനും പോണില്ല. എന്റെ മക്കളെയും കൊണ്ട് ഇനിയിപ്പോ അവര് 2 മാസം പഠിക്കട്ടെ. കഴിഞ്ഞ് പാൽച്ചാലി പോകാൻ പോവുകയല്ലേ. ഇവർക്ക് പോലും കണ്ടിട്ടില്ല അത്ര കാലം. ഞാനും പോണില്ല. അത് ഒന്നിട്ട് ചോദിക്കും മക്കളൊക്കെ കല്യാണത്തിന് വിളിച്ചിട്ട് വരാത്ത ആൾക്കാരാണ്. വേണ്ട, അതൊക്കെ അങ്ങനെ നമുക്കൊന്നും ഉണ്ടാവുള്ളൂ. പോണ്ട. അത്ര വലിയ ബന്ധു വേണ്ട വെക്കുക.